എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് സദൃശവാക്യം 10:2 സോളമൻ രാജാവ് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. സദൃശവാക്യം 10:2 ദുഷ്ടതയിൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഈ വാക്യം ദുഷിച്ച മാർഗങ്ങളിലൂടെ നേടിയ സമ്പത്തിന്റെ നിരർത്ഥകതയെ ഉയർത്തിക്കാട്ടുകയും നീതിയുടെ ജീവൻ രക്ഷിക്കുന്ന ശക്തിയുമായി അതിനെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം പ്രാഥമികമായി സോളമൻ രാജാവ് എഴുതിയ ജ്ഞാനത്തിൻ്റെ ഒരു ശേഖരമാണ്. ജ്ഞാനത്തോടെയും നീതിയോടെയും ജീവിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നു. ഈ അധ്യായം ശലോമോന്റെ സദൃശവാക്യങ്ങളുടെ തുടക്കം കുറിക്കുന്നു. ജീവിതം, സമ്പത്ത്, സംസാരം, ജോലി, സത്യസന്ധത എന്നിവയുടെ വിവിധ വശങ്ങളിൽ നീതിമാന്മാരും ദുഷ്ടന്മാരും തമ്മിലുള്ള വ്യത്യാസം ഊന്നി പറയുന്നു. ഈ വാക്യം സമ്പത്തിനോടുള്ള രണ്ട് സമീപനങ്ങളെ വിപരീതമാക്കുന്നു: അന്യായമായ നേട്ടവും നീതിപൂർവകമായ ജീവിതവും അവയുടെ ആത്യന്തിക അനന്തരഫലങ്ങളും. ദുഷ്ടതയുടെ നിധികൾ ഒന്നും ലാഭകരമല്ല. ഇത് സൂചിപ്പിക്കുന്നത് പാപമോ സത്യസന്ധമല്ലാത്തതോ ആയ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന സമ്പത്ത് ശാശ്വതമായ ഒരു പ്രയോജനവും നൽകുന്നില്ല എന്നാണ്. അത് താൽക്കാലിക വിജയവും കൈവരിച്ചേക്കാം, പക്ഷേ ആത്യന്തികമായി ആത്മീയവും ഭൗതികവുമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നു. എന്നാൽ നീതി മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നീതിയുള്ള ജീവിതം നയിക്കുന്നത് യഥാർത്ഥ സുരക്ഷിതത്വവും സംരക്ഷണവും ആത്യന്തികമായി നിത്യജീവനും കൈവരുത്തുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നീതി ദൈവഹിതവുമായി യോജിച്ച് അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുകയും ഭൗതിക സമ്പത്തിനപ്പുറം വ്യാപിക്കുകയും ചെയ്യുന്നു. ദുഷ്ടതയിലൂടെയുള്ള ഭൗതിക നേട്ടം ക്ഷണികവും അർത്ഥശൂന്യവുമാണെന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നു. അതേസമയം നീതി യഥാർത്ഥവും ശാശ്വതവുമായ സുരക്ഷിതത്വം നൽകുന്നു. സമ്പത്തിനു വേണ്ടി ധാർമ്മികതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സത്യസന്ധതയെ തേടുക. സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ നീതിക്ക് മുൻഗണന നൽകുക. സത്യസന്ധമല്ലാത്ത കുറുക്കുവഴികളിൽ നിന്നല്ല, ദൈവത്തിൻ്റെ തത്വങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നതാണ് യഥാർത്ഥ വിജയം എന്നതിനാൽ ദൈവത്തിൻ്റെ കരുതലുകളിൽ വിശ്വസിക്കുക. സമ്പത്തിൻ്റെ അതിരുകൾ തിരിച്ചറിയുകയും പ്രലോഭനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. സ്നേഹപിതാവേ, പാപകരമായ മാർഗങ്ങളിലൂടെ ഭൗതിക നേട്ടങ്ങൾ നേടുന്നതിന് പകരം കർത്താവെ, പരസ്പര ബന്ധത്തിന് മുൻഗണന നൽകുവാനും അങ്ങയിൽ ആശ്രയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.